ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ആര്യനെ ബ്രൈഡാക്കി വീണ്ടും ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ച് പാളിച്ചയൊക്കെ വന്നു. അതൊക്കെ നികത്തിയിട്ട് നമ്മൾ ആര്യനെ റെഡിയാക്കിയിട്ട് ഇന്ന് ആര്യയുടെ ഫോട്ടോഷൂട്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഞങ്ങളുടെ ഫോട്ടോഷൂട്ട്, ഞങ്ങൾ നടത്തുന്ന ഫോട്ടോഷൂട്ടാണ് ഇന്ന്. നമ്മുടെ ആര്യ മാത്രമല്ല, സെയ്തും ഉണ്ട്. സെയ്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവൾ ഇപ്പോൾ വരാത്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ആര്യനെയും സെയ്തിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. അതിന് നമ്മൾ ഒന്നും കൂടെ വെഡ്ഡിങ്ങിൻ്റെ ഇത് റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആക്കി ആര്യനെ കുറച്ച് നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൈമർ ഇട്ട് കൊടുക്കാൻ പോവാണ്. ആര്യ കുളിച്ചിട്ട് വന്നിരിക്കുക കേട്ടോ, അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഫേസിൽ വേറെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്ത, ഫേസ് നല്ലോണം ക്ലീൻ ചെയ്ത് കുളിച്ച് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് കുട്ടി. അപ്പോൾ നമുക്ക് ആദ്യമേ ആണെങ്കിൽ നല്ലൊരു പ്രൈമർ ഇട്ട് കൊടുക്കാം. ബ്രഷ് എടുക്കൂ. നല്ല തണുപ്പ്. നമ്മൾ എല്ലാവർക്കും അറിയാം, മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൈമറോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസ് ക്രീമോ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് വേണം ചെയ്യേണ്ടത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എങ്കിലേ ഫേസിൽ ആ ഒരു ഗ്ലോയും കാര്യങ്ങൾ മേക്കപ്പ് ഒന്ന് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കൺസീലറാണ്. അത് ഞാൻ എടുക്കുന്ന കൺസീലർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസീലറിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് കറക്റ്റ് ഇവളുടെ മാച്ചിങ് ഷെയ്ഡല്ല. അപ്പം ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡും ഓറഞ്ച് ഷെയ്ഡും കൂടെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇനി ആ ഒരു പ്രോസസ്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമുക്കിനി കൺസീലർ ഇട്ട് കൊടുക്കാം. അന്ന് സത്യം പറഞ്ഞ ഒരു നോ മേക്കപ്പ് ലുക്കാ ഞങ്ങൾ കൊടുക്കാൻ നോക്കിയില്ലേ അറിയാം. പക്ഷെ എന്തോ ഒരു വെപ്രാളവും കാര്യങ്ങളും കൊണ്ടായിരിക്കും. ചെറുക്കം വന്ന് ഫ്രണ്ട് ഇരിക്കുകയായിരുന്നു. അവൻ വന്ന് സെയ്ത് വന്ന് സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ അവിടെ റെഡിയാക്കിക്കൊണ്ടിരുന്നത്. എല്ലാരും പറഞ്ഞു വാ വാ വാ, റെഡിയാ റെഡിയാ റെഡിയാ. അതിന്റെ കുറെ പാളിച്ചയൊക്കെ നമുക്ക് ആ സമയത്ത് വന്നായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, സെറ്റായിരുന്നു. ഞാൻ പക്ഷെ തൃപ്തനല്ലായിരുന്നു. ഫോട്ടോയിലൊക്കെ അടിപൊളി, ഫോട്ടോയിൽ നല്ല ലുക്കായിരുന്നു. ഫോട്ടോ അടിപൊളിയായിട്ട് വന്നു. എന്താ മണവാള വന്ന് ഒളിഞ്ഞു നോക്കുന്നത്? മണവാള ഇട്ടിട്ടില്ല, അതുകൊണ്ടൊന്ന് ഒളിഞ്ഞു നോക്കുക. ക്യാമറ വെച്ചിരിക്കുന്നതാണ്, ഒന്നും പറയട്ടെ. എന്താ മണവാള വല്ലതും പറയണ്ട? പക്ഷെ നമ്മളെ നോക്കി നൈറ്റ് ഒന്നും പറഞ്ഞില്ല. സെറ്റ് ഒന്നുമില്ല പറഞ്ഞ. അവള് നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പോലല്ല. ആര് എന്നെയാ പറയുന്നത്? അപ്പോൾ നമ്മൾ കൺസീലർ ഇട്ട് ഏകദേശം ഫേസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്യാം. കണ്ണടച്ചിരുന്നു. നമുക്കിത് ഫുൾ ഒന്ന് ലോക്ക് ചെയ്യാം. ഞാനതിന് സെറ്റ് പൗഡർ ഇല്ല എൻ്റെ കയ്യിൽ, അതുകൊണ്ട് നമ്മളാണെങ്കിൽ നമ്മുടെ സാധാ പൗഡർ വെച്ച് ഒന്ന് ലോക്ക് ചെയ്യാണ്. ഡ്രസ് ഇട്ടാ നീ ഇടാം.
എനിക്ക് ഒരു ഇത്തിരി സമയം തന്നെങ്കിൽ ഞാൻ ഇതുപോലെ സമയം എടുത്ത് എല്ലാം ചെയ്തേനെ. പക്ഷെ എന്തെന്നറിയാമോ സംഭവം സമയം എല്ലാരും വന്ന് റൂമിൽ കയറി അത് എന്ത് സംഗതി എന്നറിയാം, എന്ത് ചെയ്തിട്ടും ശരിയാവുന്നുമില്ല, ഒന്നുമില്ല. അതും പോയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഇട്ട് എല്ലാം കറക്റ്റ് ആവുമായിരുന്നു. അപ്പൊ പൊരിഞ്ഞ കാറില് ബിനോയ് ചേട്ടൻ വന്നല്ലേ എന്നെ ഒരിക്കൽ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ബിനോയ് ചേട്ടൻ ടെൻഷൻ അടിക്കുന്നു, ആൾക്കാരെല്ലാം വളഞ്ഞു നിൽക്കും. അത് കുറെ ആൾക്കാർ മോളെ, കുറെ ആൾക്കാരുടെ നടുവിൽ ഞാനും ഉണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ വരും. പിന്നെ ഞാൻ പറഞ്ഞു മേക്കപ്പ് ഒന്നും വേണ്ട. ഇവരെ മേക്കപ്പ് ചെയ്യാൻ പോയപ്പോ ഇല്ല, ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അത് മേക്കപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല, സമയവും ഇല്ല, ഫുള്ള് ആൾക്കാരായി. അതിന്റെ ഇടയ്ക്ക് എങ്ങനെ ഇവനെ ഞാൻ മേക്കപ്പ് ചെയ്യും? മൊത്തം ആൾക്കാര്. അടുത്ത് നമ്മള് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു ലൈറ്റ് ഫൗണ്ടേഷനാണ് ഇടുന്നത് നമ്മള്. മാമ്പഴം മാമ്പഴം. തമിഴ് പറ്റത്തില്ല, എന്ത് തമിഴ് പറ്റത്തില്ല, അതെന്ത് പറ്റത്തില്ല. കൊട്ടാരം ഇനി നമുക്ക് കഴുത്തിടാം. കഴുത്തിട്ടതിന് ശേഷം ലിപ്സ്റ്റിക് ഇടാം, എന്നിട്ട് കണ്ണെഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ ആക്കി ആക്കി മേളിൽ കെട്ടും. അല്ലെ കണ്ണെഴുതല്ലേ? ആ വെച്ചാ പാടുന്നുണ്ടേ അതോ എന്റെ മനസ്സാണോ. മാമ്പഴം മാമ്പഴം പാടിയോ? തമിഴില്ല, കണ്ണടച്ചിരിക്കണേ. മൂളാനല്ലേ പറഞ്ഞ പാടായി. മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, അയമ്പുണ്ടോ അനക്കല്ലേ കണ്ണ്. തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ആര്യയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. കണ്ടല്ലോ, ഇതാണ് ആര്യയുടെ ഫൈനൽ ലുക്ക്. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം മാടനട ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ഇവിടെ വന്നിട്ട് കുറേ അധികം ഫോട്ടോസ് എടുത്ത് രണ്ടുപേരുടെ എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട പോസിലെല്ലാം ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, പണിയും എടുത്തിട്ടുണ്ട്. എന്തരാവോ എന്തോ നല്ല രീതിയിൽ എന്താ പറയുക, ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോട്ടോസ് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ആര്യയുടെ ഈ മേക്കപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. ഇത് ഇത്തിരി ഹെവി മേക്കപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത്തിരി ബ്രൈഡ് ഫോട്ടോഷൂട്ടിന് പറ്റിയ രീതിയിലുള്ള മേക്കപ്പ് ഇട്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ വെയിലത്താണ് വരുന്നത്, അപ്പോൾ അതിന് ആ സമയത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിക്കായിട്ടേക്കുന്നത്. എന്നാലും അത്യാവശ്യം അവളുടെ ഫേസ് കട്ട് മാറാതെ തന്നെ ആ രീതിയിൽ തന്നെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തേക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ആര്യല്ലെന്ന് എന്തായാലും ആരും പറയത്തില്ല. ആ രീതിയിൽ തന്നെ ചെയ്തേക്കുന്നത്. നിനക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട മേക്കപ്പ്? ഇഷ്ടപ്പെട്ട്, അടിപൊളിയല്ലേ? കൊള്ളാവോ? അപ്പൊ ഇവര് ഫോട്ടോസ് നമ്മളാണെങ്കിൽ ഷോർട്സിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എടുത്തിട്ടുണ്ട്, പണിയുള്ള ഷോർട്സ് എടുത്തിട്ടുണ്ട്. ഇവരിന്ന് ഞങ്ങളുടെ അടുത്ത് നിന്ന് യാത്ര പറയാണ്. അപ്പോൾ അവർ നേരെ നമ്മൾ മാടനടയിൽ വന്ന് ഫോട്ടോസ് എടുത്തിട്ട് ഇവിടുന്ന് പോകാനായിട്ട് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോരുന്നു. പെട്ടെന്ന് വിളി വന്നേ, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. അപ്പം പെട്ടെന്ന് പോയാലും ഞാൻ പെട്ടെന്ന് വരും. അപ്പോൾ വീട്ടിലെല്ലാവരും യാത്ര പറഞ്ഞ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ വീട്ടിലാരും യാത്ര പറഞ്ഞില്ല, പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുമായിരുന്നു ചെയ്തത്. ഹണിമൂണൊക്കെ ഉള്ളതല്ലേ നമ്മളിവനാണ് ഹണിമൂണിന്. ഇവനെ നമ്മൾ കൊടൈക്കനാലും അവളെ നമ്മൾ ഊട്ടിയിലാണ് ഇടുന്നത്. അത് തന്നെ, രണ്ടുപേരും ഒരു വണ്ടി തന്നെ പോണം എന്നാരും പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ചങ്ക് കൂടപ്പറപ്പ് എന്നുവെച്ചാൽ ഫ്രണ്ടല്ല, നമുക്ക് നമ്മുടെ കൂടപ്പറപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്ന് രണ്ടുപേരും കൂടെ അവരെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. അപ്പം അനുഗ്രഹിച്ച് ആശീർവദിച്ച് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പ്രിൻസസ് ഓഫ് മായാവിയെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
നല്ല നല്ല വീഡിയോസ്, ഇവർ തമ്മിലുള്ള നല്ല നല്ല വ്ളോഗുകൾ, നല്ല നല്ല അടികൾ, ഇടികൾ, ചവിട്ടുകളൊക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. അതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.